ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം എക്സ്പെൻസുകൾ നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുമെന്ന് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്. നോർമലി നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വരുന്ന എല്ലാ എക്സ്പെൻസുകളും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷെ അത് ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസ് ആയിരിക്കരുത്. ക്യാപിറ്റൽ നേച്ചറിലുള്ള എക്സ്പെൻസ് ആണെങ്കിൽ നമുക്കതിന് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. പക്ഷേ സ്മോൾ വാല്യൂ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിംഗ് പോളിസി അതാത് വർഷങ്ങളിൽ അത് റൈറ്റ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഫോർ എക്സാമ്പിൾ ചെറിയ കാൽക്കുലേറ്റർ ഒക്കെ വാങ്ങി അതൊക്കെ നമുക്ക് അതാത് വർഷങ്ങളിൽ തന്നെ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സബ്സിഡറി കമ്പനിക്കൊക്കെ വേണ്ടി നിങ്ങളൊരു എക്സ്പെൻസ് ഇവിടെ നിന്ന് ഇൻകർ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തെങ്കിലും ഒരു ബേസിസിൽ റീസണബിൾ ബേസിസിൽ നമ്മളത് അപ്പോർഷൻ ചെയ്യണം. അങ്ങനെ ഒരു ബേസിസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെൻസുകൾ അലോ ചെയ്യില്ല എന്നാണ് ടാക്സ് നിയമം പറയുന്നത്. അതുപോലെ എംപ്ലോയീസിനൊക്കെ കൊടുക്കുന്ന പേയ്മെന്റ്സ് നോർമലി എല്ലാ എക്സ്പെൻസുകളും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം. പക്ഷെ നിങ്ങളുടെ എംപ്ലോയി ഒരു കണക്റ്റഡ് പേഴ്സൺ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഓണറുടെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവർ കണക്റ്റഡ് പേഴ്സൺ ആണ്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കുന്ന സാലറി എല്ലാം നമ്മളതൊരു മാർക്കറ്റ് പ്രൈസിന് അനുസരിച്ച സാലറി ആണെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് വരുന്നത് ഡിസലോ ചെയ്യും.